+1 എക്കണോമിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഇക്കോണമി 1950 to 1990 പാർട്ട് 3. കഴിഞ്ഞ 2 ഭാഗങ്ങളിലായി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യൻ ഇക്കോണമിയിലുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് മനസ്സിലായി. ഗ്രീൻ റവല്യൂഷനിലൂടെയും ലാൻഡ് റീഫോംസിലൂടെയും കാർഷിക മേഖലയിൽ പുരോഗതിയുണ്ടായി. എന്നാൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്തായിരുന്നു നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് വി ഡിഡ് നോട്ട് ഹാവ് എ ബ്രോഡ് ഇൻഡസ്ട്രിയൽ ബേസ്. നമുക്ക് വലിയൊരു വ്യാവസായിക അടിസ്ഥാനമൊന്നും തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ചെറുകിട വ്യവസായങ്ങൾ മാത്രമായിരുന്നു. അതായത് നമുക്ക് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി, ജൂട്ട് മിൽസ് ഇതുപോലുള്ള വ്യവസായങ്ങൾ മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കാര്യമായ ഒരു വ്യാവസായിക അടിസ്ഥാനമൊന്നും നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ നമ്മൾ കൊണ്ടുവന്ന ഒരു നയപ്രമേയമാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ ഇൻ 1956, IPR in 1956. 1956 ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ വികസിപ്പിച്ചെടുക്കാനായി ഒരു നയപ്രമേയം നടപ്പിലാക്കി. വ്യാവസായിക നയപ്രമേയം 1956 ഒരു വ്യാവസായിക നയപ്രമേയം പാസാക്കി. പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, വർഷവും പ്രധാനമാണ്. ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ ഇൻ 1956, 1956 IPR വ്യാവസായിക നയപ്രമേയം. ഈ നയപ്രമേയത്തിലൂടെ ഇക്കോണമിയിൽ ചെയ്തത് നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ വ്യവസായങ്ങളെ 3 കാറ്റഗറിയാക്കി തിരിച്ചു. ഇൻഡസ്ട്രീസിനെ വ്യവസായങ്ങളെ 3 കാറ്റഗറിയാക്കി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ് ആ കാറ്റഗറീസ് എന്നാണ് പറയാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. ചില വ്യവസായങ്ങൾ ഗവൺമെൻറ്റിന് മാത്രമായി ഉടമസ്ഥാവകാശത്തിലുള്ളതാക്കി മാറ്റി. ചില വ്യവസായങ്ങൾ തുടങ്ങാനുള്ള അനുവാദം ഗവൺമെൻറ്റിന് മാത്രമാക്കി. ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. ഗവൺമെൻറ്റിൻ്റെ മാത്രം ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശത്തിലുള്ള ചില വ്യവസായങ്ങൾ. അതുപോലെ രണ്ടാമത്തെ കാറ്റഗറി ദ ഇൻഡസ്ട്രീസ് വിച്ച് were reserved both under private sector and public sector but under the commanding height of the public sector. ചില വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും 2 കൂട്ടർക്കും കൂടി റിസർവ് ചെയ്തു കൊടുത്തു. എന്നാലും അവിടെ കമാൻഡിങ് ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് കമാൻഡിങ് പവർ ഗവൺമെൻറ്റിനായിരുന്നു, പബ്ലിക് സെക്ടറിനായിരുന്നു. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ്, പൊതുമേഖലയാണ്. പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയാണ്. ചില വ്യവസായങ്ങൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിന് മാത്രം, പൊതുമേഖലയ്ക്ക് മാത്രം ഉടമസ്ഥാവകാശമുള്ളതായിരുന്നു. എന്നാൽ കുറച്ച് വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ ഉടമസ്ഥാവകാശമുള്ളതാണ്. എന്നാൽ അവിടെ നിയന്ത്രിച്ചിരുന്നത് ഗവൺമെൻറ് ആയിരുന്നു, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ആയിരുന്നു, പൊതുമേഖലയായിരുന്നു. തേർഡ് കാറ്റഗറി റിമൈനിങ് ഇൻഡസ്ട്രീസ് were to be under the private sector. ബാക്കിയുള്ള അവശേഷിച്ച കുറച്ച് വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായിരുന്നു അതിൻ്റെ ഉടമസ്ഥാവകാശം. അങ്ങനെ IPR 1956 1956 വ്യാവസായിക നയപ്രമേയത്തിലൂടെ വ്യവസായങ്ങളെ 3 വിഭാഗങ്ങളാക്കി തിരിച്ചു. അതിലൊരു വിഭാഗം പൊതുമേഖലയ്ക്ക് മാത്രമായി ഉടമസ്ഥാവകാശമുള്ളത്. രണ്ടാമത്തെ വിഭാഗം പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ ഉടമസ്ഥാവകാശമുള്ളതാണ്. എങ്കിലും അവിടെ പൊതുമേഖലയായിരുന്നു റെഗുലേറ്റർ, കൺട്രോളർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ബാക്കി വരുന്ന ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്കായിരുന്നു വിട്ടുകൊടുത്തിരുന്നത്. ഇതാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ 1956. ഇനി ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ വ്യാവസായിക പുരോഗമനത്തിൻ്റെ, അല്ലെങ്കിൽ വ്യവസായങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഗവൺമെൻറ് നടപ്പിലാക്കിയ മറ്റൊരു പദ്ധതിയാണ് ലൈസൻസിങ് സിസ്റ്റം. ലൈസൻസിങ് സിസ്റ്റം നടപ്പിലാക്കി. ഇന്ത്യൻ ഇക്കോണമിയിലെ വ്യാവസായിക മേഖലയിൽ ലൈസൻസിങ് സിസ്റ്റം നടപ്പിലാക്കി. ലൈസൻസിങ് സിസ്റ്റം നടപ്പിലാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു അനുവാദമാണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും ഉള്ള വ്യവസായങ്ങൾ വികസിപ്പിച്ചെടുക്കാനും ഗവൺമെൻറ്റിൻ്റെ ഒരു അനുവാദം ആവശ്യമാണ്. അതാണ് ലൈസൻസിങ് സിസ്റ്റം. ഇത് എന്തിനു വേണ്ടിയായിരുന്നു? ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ പ്രൈവറ്റ് സെക്ടർ.
സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കാൻ വേണ്ടിയായിരുന്നു ലൈസൻസിങ് സിസ്റ്റം. ലൈസൻസിങ് പോളിസിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയെ കൺട്രോൾ ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതിലൂടെ ടു പ്രൊമോട്ട് ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത്, അതിലൂടെ റീജിയണൽ ഗ്രോത്ത്, പ്രാദേശിക വളർച്ച ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളിലും വ്യാവസായിക മേഖലയിൽ വളർച്ചയുണ്ടാവണം. അതുകൊണ്ട് തന്നെ റിമോട്ട് ഏരിയാസിൽ, അതായത് കുഗ്രാമങ്ങളിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിന് വളർച്ചയുണ്ടാവണം. അതുകൊണ്ട് ഈ റിമോട്ട് ഏരിയാസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും പ്രൈവറ്റ് സെക്ടറിനെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുകയും ചെയ്യുക, അതാണ് ലൈസൻസിങ് സിസ്റ്റം. ഇങ്ങനെ പ്രൈവറ്റ് സെക്ടറിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ പറഞ്ഞ റിമോട്ട് ഏരിയാസിൽ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും ഉള്ള വ്യവസായങ്ങൾ വികസിപ്പിക്കാനുമായി ഗവൺമെൻറ് അവർക്ക് ടാക്സിൽ ഇളവ് വരുത്തി. ഗിവിങ് ടാക്സ് ബെനിഫിറ്റ്സ്, അതായത് നികുതിയിൽ ഇളവ് വരുത്തി. അതുപോലെ സബ്സിഡൈസ്ഡ് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലൊക്കെ സബ്സിഡി അനുവദിച്ചു. റിമോട്ട് ഏരിയാസിൽ, അതായത് ബാക്ക്വേർഡ് റീജിയൻസിൽ, പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾ തുടങ്ങാനും ഉള്ള വ്യവസായങ്ങൾ വികസിപ്പിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ഗവൺമെൻറ് പ്രധാനമായും ലൈസൻസിങ് സിസ്റ്റം നടപ്പിലാക്കിയത്. അതിലൂടെ ഗവൺമെൻറ് ചെയ്തത് സ്വകാര്യ മേഖലയെ നിയന്ത്രിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് ബാക്ക്വേർഡ് റീജിയൻസിൽ, പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ വ്യവസായം തുടങ്ങാനുള്ള പ്രോത്സാഹനം നൽകി. അതിൻ്റെ ഭാഗമായി ടാക്സ് ബെനിഫിറ്റ്, സബ്സിഡൈസ്ഡ് ഇലക്ട്രിസിറ്റി, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുത്തു. ഇതാണ് ലൈസൻസിങ് സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്, ചെറുകിട വ്യവസായങ്ങൾ. ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മുതൽ മുടക്കോടുകൂടി തുടങ്ങുന്ന വ്യവസായങ്ങളാണ് ചെറുകിട വ്യവസായങ്ങൾ. അപ്പോൾ ഇന്ത്യക്ക് അനുയോജ്യമായിട്ടുള്ള വ്യവസായങ്ങൾ ഏതാണ് എന്ന് കണ്ടെത്താൻ കാർവേ കമ്മിറ്റിയെ ഏർപ്പാടാക്കുകയും കാർവേ കമ്മിറ്റി 1955 കാർവേ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. കാർവേയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ മറ്റൊരു പേരാണ് വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി. ഈ കമ്മിറ്റി ശുപാർശ ചെയ്തത് ഇന്ത്യയിൽ റൂറൽ ഡെവലപ്മെൻറ്റിന്, അതായത് ഗ്രാമപ്രദേശങ്ങളിലെ വികസനത്തിന് ചെറുകിട വ്യവസായങ്ങളുടെ പുരോഗതിയാണ് ആവശ്യം. അതായത് ചെറുകിട വ്യവസായങ്ങളാണ് ഇന്ത്യൻ ഇക്കോണമിക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയിൽ അനുയോജ്യമായ വ്യവസായം എന്ന് പറയുന്നത് ചെറുകിട വ്യവസായങ്ങളാണ്. കാരണം ഇന്ത്യൻ ഇക്കോണമി ഒരു വില്ലേജ് ഇക്കോണമിയാണ്, ഗ്രാമങ്ങളുടെ സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ഗ്രാമങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളുടെ വികസനത്തിന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ചെറുകിട വ്യവസായങ്ങളാണ് ആവശ്യം എന്ന് കാർവേ കമ്മിറ്റി കണ്ടെത്തി. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് കാർവേ കമ്മിറ്റിയുടെ പേരും അതിൻ്റെ വർഷവും. കാർവേ കമ്മിറ്റി കണ്ടെത്തിയത് ഇന്ത്യയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റിന്, ഗ്രാമപ്രദേശങ്ങളുടെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യവസായം ചെറുകിട വ്യവസായങ്ങളാണ്. ഈ കാർവേ കമ്മിറ്റി രൂപവത്കരിച്ച വർഷമാണ് 1955, 1955. അങ്ങനെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തയ്യാറായി. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കുറേ കൺസെഷൻസ്, കുറേ ഇനീഷ്യേറ്റീവ്സ്, അതായത് കുറേ പ്രോത്സാഹനം നൽകി. എന്തെല്ലാം പ്രോത്സാഹനങ്ങളാണ് നൽകിയത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടാക്സ് എക്സംഷൻ, ടാക്സിൽ ഇളവ് കൊടുത്തു, നികുതിയിൽ ഇളവ് കൊടുത്തു. ലോവർ ടാക്സ് റേറ്റ്, നികുതിയുടെ നിരക്ക് കുറച്ചു കൊടുത്തു. സബ്സിഡൈസ്ഡ് ലോൺസ്, അതായത് സബ്സിഡി റേറ്റിൽ ലോണുകൾ അനുവദിച്ചു. ഇതൊക്കെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്തതാണ്. ടാക്സ് എക്സംഷൻ എന്ന് പറഞ്ഞാൽ ടാക്സിൽ ഇളവ് കൊടുത്തു. ലോവർ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് നികുതിയുടെ നിരക്ക് കുറച്ചു. സബ്സിഡൈസ്ഡ് ലോൺസ്, അതായത് ലോണുകൾ സബ്സിഡി റേറ്റിൽ നൽകി. ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ ഇന്ത്യയിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഗവൺമെൻറ് അനുവദിച്ചു. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. എന്താണ് ഈ ചെറുകിട വ്യവസായങ്ങളുടെ നേട്ടം, അതിൻ്റെ ഗുണം എന്താണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഇക്കോണമിക്ക് ഏറ്റവും അനുയോജ്യമായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ് എന്ന് കണ്ടെത്തിയത്? അതിനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. ലേബർ ഇൻറ്റൻസീവ് ആണ് എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂസസ് ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി. ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ
കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിക്കുകയും കുറച്ച് ക്യാപിറ്റൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിക്കുമ്പോൾ അവിടെ മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ തൊഴിലവസരങ്ങൾ ജനങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടുമെന്നുള്ളതാണ് ഒരു ഗുണം. മറ്റൊന്നാണ് ലെസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ച് മുതൽ മുടക്ക് മതി. 1955 കാലഘട്ടത്തിൽ ഏകദേശം 5 ലക്ഷം രൂപ ചെലവാക്കിയാൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ മുതൽ മുടക്ക് മതി എന്നുള്ളതാണ് രണ്ടാമത്തെ ഗുണം. തേർഡ് വൺ ഈസ് പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ഏരിയാസ്. ഗ്രാമപ്രദേശങ്ങളുടെ വികസനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആവശ്യമാണ്. ചെറുകിട വ്യവസായങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ തുടങ്ങാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളുടെ വികസനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ഇൻഡസ്ട്രി സഹായിക്കുന്നു. മറ്റൊന്ന് യൂസ് ഓഫ് ലോക്കലി അവൈലബിൾ ഇൻപുട്സ്. ഈ വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ, നിവേശങ്ങൾ ലോക്കലി അവൈലബിൾ, നമുക്ക് നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യേണ്ട യാതൊരു ഇൻപുട്ടുകൾ, ഒരു റോ മെറ്റീരിയൽസോ അതുപോലുള്ള ഒരു സാധനങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ട, നമ്മുടെ ലോക്കലി അവൈലബിൾ ആണ്. നമ്മുടെ പ്രദേശങ്ങളിൽ കിട്ടുന്ന ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടുപോകുന്നത്. ഈസി ടു മാനേജ്. സ്മോൾ സ്കെയിൽ ഒരു ചെറുകിട വ്യവസായമാകുമ്പോൾ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇക്കോ ഫ്രണ്ട്ലി, പരിസ്ഥിതി സൗഹാർദ്ദമാണ്. ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ അതായത് മലിനീകരണത്തിൻ്റെ നിരക്ക് വളരെ കുറവാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, കാർഷിക മേഖലയ്ക്ക് വികസനം ഉണ്ടാക്കാനും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സഹായിക്കുന്നു. ഇത്രയുമാണ് ചെറുകിട വ്യവസായങ്ങളുടെ അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ. ഇനി ഡിസ്അഡ്വാൻറ്റേജസ്, ഇതിൻ്റെ ദോഷങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ ബേർഡൻ ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഭാരം കൂടുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് സബ്സിഡി അനുവദിക്കുന്നുണ്ട്, ടാക്സ് കൺസെഷൻ കൊടുക്കുന്നുണ്ട്, ടാക്സ് റേറ്റ് കുറച്ച് കൊടുക്കുന്നു, ടാക്സ് എക്സംഷൻ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ബേർഡൻ അതായത് സാമ്പത്തിക ഭാരം കൂടും എന്നുള്ളതാണ് ഒരു ദോഷം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഹൈ, അതായത് ഉൽപ്പാദനത്തിനുള്ള ചെലവ് കൂടുതലാണ്. ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ബാങ്ക് ക്രെഡിറ്റ്, പവർ സപ്ലൈ എക്സെട്ര, പെർട്ടിക്കുലർലി ഇൻ ബാക്ക്വേർഡ് റീജിയൻസ്. അതായത് നമുക്ക് ബാങ്ക് ക്രെഡിറ്റ് കിട്ടാനും ബാങ്കിൽ നിന്ന് വായ്പ കിട്ടാനും പവർ സപ്ലൈ, ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ ഒക്കെ കിട്ടി വരാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ബാക്ക്വേർഡ് റീജിയൻസ്, അതായത് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത, അതുപോലെ ബാങ്ക് വായ്പകളുടെ ലഭ്യത, ഇതൊക്കെ കിട്ടി വരാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ഡിസ്അഡ്വാൻറ്റേജ്, ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡ് പോളിസിയാണ്, വ്യാപാര നയം. നമ്മൾ ആദ്യം കാർഷിക മേഖലയിൽ എങ്ങനെ മാറ്റം വരുത്തി എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞ വ്യാവസായിക മേഖലയിൽ എന്ത് മാറ്റമാണ് വരുത്തിയത്. വ്യാവസായിക മേഖലയിൽ നമ്മൾ 1956 IPR കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുത്തു. ഇനി നമ്മൾ വ്യാപാര നയം. ട്രേഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബിറ്റ്വീൻ കൺട്രീസ് ആണ്. രാജ്യങ്ങൾ തമ്മിലുള്ള കയറ്റുമതിയും ഇറക്കുമതിയുമാണ് വ്യാപാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ വ്യാപാര നയം എന്തായിരുന്നു എന്നാണ്. ഒറ്റ വാക്യം നമുക്ക് പറയാം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള നമ്മുടെ വ്യാപാര നയം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബദൽ സംവിധാനമാണ്. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ബദൽ സംവിധാനം ഇവിടെ നടപ്പിലാക്കുക. അതായത് നമ്മൾ ഏത് സാധനങ്ങളാണോ ഇറക്കുമതി ചെയ്യുന്നത് ആ ഇറക്കുമതി ചെയ്യുന്നതിന് പകരമുള്ള സാധനം നമ്മുടെ ഇക്കോണമിയിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ ഈ ട്രേഡ് പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, എയിംസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ കൺട്രീസ്. നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ സെൽഫ് സഫിഷ്യൻസി, ഒരു സ്വയം പര്യാപ്തത നേടിയെടുക്കുക. മാത്രമല്ല പ്രൊട്ടക്റ്റ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്, നമ്മുടെ ആഭ്യന്തര പ്രദേശത്തെ നമ്മുടെ ഇക്കോണമിയിലുള്ള വ്യവസായങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക. ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു ട്രേഡ് പോളിസി നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക,
ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിന് പോലും ഭക്ഷ്യധാന്യങ്ങൾക്ക് പോലും നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചു. അത് കുറയ്ക്കുക. സ്വയം പര്യാപ്തരാവുക, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തണം. അതുമാത്രമല്ല, ഇന്ത്യയിലുള്ള ആഭ്യന്തര വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത്? നമ്മുടെ ആഭ്യന്തര വ്യവസായങ്ങൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നത്, സംരക്ഷിച്ചിരുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ത്രൂ താരിഫ്. നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ, നമ്മുടെ ആഭ്യന്തര പ്രദേശത്തെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ 2 നയങ്ങളാണ് താരിഫ് ആൻഡ് കോട്ട. താരിഫ് മീൻസ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയെയാണ് താരിഫ് എന്ന് പറയുന്നത്. നമ്മൾ വിദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിന്മേൽ ടാക്സ് ഈടാക്കുക. ടാക്സ് ഈടാക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ വില കൂടും. വില കൂടിയാൽ നമുക്കത് ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യത കുറയും, ഇറക്കുമതി ചെയ്യാനുള്ള ഒരു താല്പര്യം കുറയും. അങ്ങനെ ഇറക്കുമതിയെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ ലക്ഷ്യം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് പകരം ഇവിടെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഇറക്കുമതിയെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ താരിഫ് നടപ്പിലാക്കി. താരിഫ് എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ്. ഈ നികുതി കൂട്ടിയാൽ ആ സാധനത്തിൻ്റെ വില കൂടും. വില കൂടിയാൽ ഡിസ്കറേജ് ദ ഇമ്പോർട്ട്സ്. ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യാൻ സാധിക്കും, നിരുത്സാഹപ്പെടുത്താൻ സാധിക്കും. മറ്റൊരു പ്രൊട്ടക്ഷൻ പോളിസിയാണ് കോട്ട. കോട്ട എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ, അളവിൽ നിയന്ത്രണം വരുത്തുക. ഇറ്റ് സ്പെസിഫൈസ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി ഇമ്പോർട്ടഡ്. ഈ കോട്ടയിൽ കൃത്യമായി ഇത്ര സാധനങ്ങളെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ സാധ്യമല്ല. ആ കോട്ടയ്ക്കനുസരിച്ച് മാത്രമേ നമുക്ക് വിദേശങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ സാധിക്കൂ. ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷനും ഈ 2 നയങ്ങളും കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ആഭ്യന്തര പ്രദേശങ്ങളിലെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് താരിഫും കോട്ടയും നടപ്പിലാക്കിയത്.